എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചോറിനോടൊപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ മറ്റ് കറികളുടെ ആവശ്യമില്ല. നല്ല കുറുകി നല്ല ടേസ്റ്റോടു കൂടിയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറുണ്ണുന്നത് തന്നെ അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയും കൂടിയാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഈ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒഴികറി തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മത്തനും അതുപോലെ കുമ്പളങ്ങയും വെച്ചിട്ടാണ്. നമുക്ക് കുറച്ച് മത്തൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളുമാണ് ആവശ്യം. ഞാനൊരു 1.5 കപ്പ് അളവിൽ മത്തനും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ കുമ്പളങ്ങയുമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. 1 കപ്പ് അളവിൽ കുമ്പളങ്ങ നുറുക്കിയതൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും. ഈ കഷ്ണങ്ങൾ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാനിലോട്ടൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും 1 ടീസ്പൂൺ അളവിൽ ബോയിൽഡ് റൈസ് മട്ട റൈസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും 1 വറ്റൽമുളകൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അരിയൊക്കെ പൊട്ടി നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. മൂപ്പിച്ചെടുത്ത ഈ കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലേശം വെള്ളം ചേർത്ത് തന്നെ ഇവ അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുകയും വേണം. കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുമുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ചേർത്തു നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇവിടെ നമ്മൾ രസകാളനാണ് തയ്യാറാക്കി എടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പൂടെ ചേർത്ത് കൊടുത്തു. ഒരു ലേശം വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ചെറുതായിട്ട് തിളയൊക്കെ വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാരണം മൺചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലോട്ടൊന്നൊരു വറവും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും 1 തണ്ട് കറിലീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് നുറുക്കിയതൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളി കാശ്മീരി മുളക് പൊടി. ഈ കായമൊക്കെ ചേർത്തിട്ട് നമ്മൾ മൂപ്പിച്ച് വറവ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കൂട്ടിനി നമ്മുടെ രസകാളനിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മൂപ്പിച്ചെടുത്തിരിക്കുന്ന വറവും കൂടെ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസകാളൻ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. വറവൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലേശം നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള ഒരു രസകാളൻ കൂടിയാണ് ഇന്ന് പങ്കുവെച്ചിരിക്കുന്നത്. ചോറിനൊപ്പം മാത്രമല്ല കഞ്ഞിക്കൊപ്പം സെർവ് ചെയ്യാനും നല്ല കിടു കോമ്പിനേഷനാണ്. ഒരു തവണയെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മത്തനും കുമ്പളങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത്. അധികം എരിവൊന്നുമില്ലാത്ത ഒരു നാടൻ റെസിപ്പി കൂട്ടാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറി തന്നെ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ ചൂടിന് വയറ് കൂളായിരിക്കാനായിട്ട് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ട്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.